എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും MHL സ്മാർട്ട് ലാബ്സ്, ദുബായ് റോഡ്, എറിയാട്, ബഹദൂർ മാൾ, കാര ആൻഡ് മാനൂസ് പ്രോപ്പർട്ടീസ്, അസ്മാബി കോളേജ്. മയക്കുമരുന്ന് കടത്തിലൂടെ അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഉത്തരവ്. എടത്തുരുത്തി അഖിൽ, പെരിഞ്ഞനം ഫസീല എന്നിവർ മയക്കുമരുന്ന് കടത്തിലൂടെ അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് ഉത്തരവ്. അനധികൃതമായി സമ്പാദിച്ച 37 ലക്ഷത്തിലധികം രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടുന്നത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈയിലുള്ള കോമ്പിറ്റന്റ് അതോറിറ്റിയാണ് കണ്ടുകെട്ടൽ ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചത്. NDPS നിയമത്തിലെ വകുപ്പ് പ്രകാരമാണ് ഈ നടപടി. 2025 സെപ്റ്റംബർ 29 വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തളിക്കുളം കൈതക്കൽ വെച്ച് 31 ഗ്രാം മെത്താഫിറ്റമിനുമായി എടത്തുരുത്തി സ്വദേശി കൊല്ലാറ അഖിലിനെയും പെരിഞ്ഞനം കള്ളിപ്പറമ്പിൽ ഫസീലയെയും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. തുടർന്ന് പ്രതികൾക്കെതിരെ NDPS നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതികളെ റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളായ അഖിലിനും ഫസീലയ്ക്കും സ്ഥിരമായ വരുമാന മാർഗങ്ങൾ ഒന്നുമില്ലെന്നും ഇവർ ലഹരിമരുന്നുകളുടെ നിയമവിരുദ്ധമായ കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നതായും ലഹരിമരുന്ന് കടത്തിലൂടെ ലഭിച്ച അനധികൃത വരുമാനം ഉപയോഗിച്ച് സ്ഥാവര ജംഗമ സ്വത്തുക്കൾ സമ്പാദിച്ചതായും കണ്ടെത്തി. ഇതേ തുടർന്ന് അഖിലിൻ്റെ എടത്തിരുത്തിയിലുള്ള ബാങ്ക് അക്കൗണ്ടിലെ 1,94,000 രൂപ, 24 ലക്ഷം രൂപ വിലയുള്ള JCB, 6.5 ലക്ഷം രൂപയുടെ കാർ, എടത്തുരുത്തി വില്ലേജിലെ 8.5 സെന്റ് ഭൂമി, ഫസീലയുടെ ബാങ്ക് അക്കൗണ്ടിലെ 899 രൂപ എന്നിവയുൾപ്പെടെ ആകെ 37,78,000 രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നടപടി സ്വീകരിക്കുന്നതിനായി ചെന്നൈയിലുള്ള കോമ്പിറ്റന്റ് അതോറിറ്റിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് കണ്ടുകെട്ടൽ ഉത്തരവ്. റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ DCB DYSP ഉല്ലാസ് കുമാർ M, വലപ്പാട് SHO അനിൽകുമാർ, GSI സൈഫുദ്ദീൻ എന്നിവരടങ്ങുന്ന സംഘമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്.